സാറിനെ കാണുന്നുണ്ട്. എല്ലാ സീനിയർ ആൻഡ് സ്പെഷ്യൽ ആൾക്കാരെയും പിന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനെയും വളരെയധികം സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൺസ് അഗെയിൻ വെൽക്കം യു ഓൾ. പിന്നെ ഒരു കാര്യം, എൻ്റെ ഒരു ഫ്രണ്ട് പുതിയതായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവള് സ്പെഷ്യലായിട്ട് എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം വൺസ് അഗെയിൻ ഓൾ ഓഫ് യു. താങ്ക് യു മനോജ് സാർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു നീതൽ. ഫ്രണ്ടിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഫ്രണ്ടിന്റെ പേര് ഷീന ചന്ദ്രൻ. ഓക്കെ, താങ്ക് യു. വെൽക്കം ടു കോഫി ടോക്ക് ഷീന. പിന്നെ ഇന്നത്തെ 846ാമത്തെ സെഷനാണ്. നമ്മളുടെ സോൺ 20യുടെ ഒരു ട്രെയിനർ ആയിട്ടുള്ള ഐശ്വര്യ ബോസ് ആണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഐശ്വര്യനെ ഒരു 2023 മുതൽ അറിയാം, പക്ഷെ കോഫി ടോക്കിലുള്ളവർക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കാം. JCIയിൽ 2023 ജോയിൻ ചെയ്ത് JCI കാക്കനാട് സൈബർ സിറ്റിയിൽ. അവിടെ നിന്ന് 2024 നെക്സ്റ്റ് ഇയർ JCI കാക്കനാട് സൈബർ സിറ്റിയുടെ ചുക്കാൻ പിടിക്കുന്ന, അതായത് പ്രസിഡന്റായ 2024 കേട്ടോ, 2023 ജോയിൻ ചെയ്തു, 2024 പ്രസിഡന്റ് ആവുന്നു. അതിനുശേഷം സോൺ വൈസ് പ്രസിഡന്റായി റീജിയൻ സിയുടെ സോൺ 20യുടെ 2025. 2026 ഷീ സർവിംഗ് ആസ് ദ സോൺ കോർഡിനേറ്റർ നാഷണൽ പ്രസിഡന്റ്സ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം. ഐശ്വര്യ ഒരു കോമേഴ്സ് ബിരുദധാരിയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ വിമൻ ആൻഡ് ജെൻഡർ സ്റ്റഡീസ് ഫ്രം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഫ്രം ദ സെന്റർ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെന്റ് തോമസ് കോളേജ് തൃശൂർ. പ്രൊഫഷണലി ഈസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് പയനിയർ ഹബ് എന്റർപ്രൈസസ്. ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഒരു വലിയ സ്ഥാപനത്തിന്റെ MD ആണ് ഐശ്വര്യ റായ്. ബിയോണ്ട് ഹർ professional pursuits, Aishwarya is deeply passionate about social impact. She has contributed as a volunteer with you and I, teaching English and life skills to children in orphanages, and continues to engage in initiatives that promote education, quality, and community development. She comes from a close family with her father Vital Bose and mother Manjula KM. Both അവരെല്ലാവരും ബിസിനസ് പേഴ്സൺസ് ആണ്. And her younger brother Albe Bose currently pursuing his education. With a strong blend of leadership, empathy, and vision, JC Aishwarya Bose continues to create meaningful impacts in both her professional and social spheres. Ladies and gentlemen, please put your hands together for an energetic leader, JC Aishwarya Bose. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം ഇന്ററാക്ട് ചെയ്യുന്ന, എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരിയായ ഐശ്വര്യ ബോസിനെ സ്നേഹപൂർവ്വം ഈ സെഷനിലേക്ക് ക്ഷണിക്കുന്നു. ഐശ്വര്യ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. ഐശ്വര്യ റായി എന്നൊക്കെ പറഞ്ഞു ആദ്യമേ തന്നെ സന്തോഷിപ്പിച്ചതിന് താങ്ക് യു. ആൻഡ് ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഹലോ, ഹായ് എവ്രിവൺ. ചെയർമാൻ എന്തായാലും ആദ്യം തന്നെ എന്നെ സന്തോഷിപ്പിച്ചു. അപ്പോ റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇന്നത്തെ സെഷന് ഫസ്റ്റ് ഒരു 2 കോഷൻ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയിട്ടാണ് പറഞ്ഞിട്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, ഇടയ്ക്കൊക്കെ ഒരു കഫിങ്ങും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഐ എം റിയലി സോറി. ഒരു ട്രാൻസ്ലേറ്റേഴ്സിന്റെ സീസൺ 1 കഴിയാതെ ഇരിക്കുകയാണ്. അപ്പോ അതിൻ്റെതായ തൊണ്ടയ്ക്ക് സ്ട്രെയിൻ ഉണ്ട്. ഒരു ഈ കഫിങ് ഇടയ്ക്കൊരു വാട്ടർ സിപ്പ് ചെയ്യാനുള്ള ബ്രേക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ആദ്യം തന്നെ സോറി പറയുന്നു, അപ്പലജൈസ് ചെയ്യുന്നു. ആസ് വെൽ എസ് രണ്ടാമത് ഒരു ജെൻസി ലിംഗോ കാര്യങ്ങൾ, ഇംഗ്ലീഷും കാര്യങ്ങളും കയറി വരുന്നുണ്ട്. അപ്പോ ഒബ്വിയസ്ലി ഞാൻ കൂടുതൽ ഡോമിനൻസ് അതിന് കൊടുക്കുന്നത് കൊണ്ട് ബിസിനസ് ആയിക്കോട്ടെ, കരിയർ ലൈഫ്, എഡ്യൂക്കേഷൻ, എല്ലാത്തിലും ഒരു ഇംഗ്ലീഷ് ഡോമിനൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെതായ എല്ലാ അതിപ്രസരങ്ങളും ഇംഗ്ലീഷിൽ ഇപ്പൊ ഉണ്ടാവും. അപ്പോ അതിനും അപ്പോളജൈസ് ചെയ്യുന്നില്ല. പക്ഷെ എന്തെങ്കിലും ജെൻസി ലിംഗോ കാര്യങ്ങൾ മനസ്സിലാവാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോ ആസ് ഐ സെഡ്, ഗുഡ് മോർണിംഗ്, അലോഹ. ഇന്നത്തെ അലോഹ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ടോപ്പിക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ബട്ട് വാട്ട് ഈസ് അലോഹ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് അലോഹ ആസ് എ വേർഡ് ഉണ്ട്, ആൻഡ് അലോഹ ആസ് ആൻ അബ്രിവേഷൻ ഉണ്ട്. അപ്പൊ അലോഹ ആസ് ആൻ അബ്രിവേഷനിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും അലോഹ ആസ് എ വേർഡ്, ALOHA എന്താണെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇറ്റ്സ് എ ഹവായിൻ വേർഡ്.
ഹവായി ദ്വീപിലെ ഒരു സംസ്കാരമാണെന്നാണ് മനസ്സിലാക്കിയെടുത്തോളം. യെസ്, എക്സാക്ട്ലി. എനിക്ക് ആരാണ് പറയുന്നത് കാണാൻ പറ്റുന്നില്ല. ഞാൻ ശിവദാസ് നെമ്മാറ. ഓക്കെ, ശിവദാസ് സർ, റിയലി ഗ്രേറ്റ്. യെസ്, ഹവായിലെ ഒരു കൾച്ചറൽ ഇത് തന്നെയാണ്. ബട്ട് അലോഹ ആസ് എ വേർഡ് നമ്മൾ നോക്കുമ്പോൾ അത് എന്താ വളരെ സിമ്പിൾ ഇൻ ടേംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊന്നല്ല. നമ്മൾ ഹായ്, ഹലോ, നമസ്തേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹായ് ആയിട്ടും ഗുഡ് ബൈ, ബൈ, ടാറ്റ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബൈ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഇൻ സിമ്പിൾ ടേംസ്. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ അലോഹ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അലോഹ സ്പിരിറ്റ് ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട് ഹവായിൽ, വിച്ച് ബേസിക്കലി മീൻസ് എന്താ, അവിടുത്തെ ആൾക്കാരോടും അവിടെ വരുന്ന ടൂറിസ്റ്റുകളോടും അവിടുത്തെ ഒഫീഷ്യൽസിനോടൊക്കെ നൈസായിട്ട് പെരുമാറുക, ബീങ് നൈസ് എന്നാണ് അതിന്റെ ഒരു ബേസിക് ഇത് വരുന്നത്. അപ്പോ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോയി കഴിഞ്ഞാൽ അലോഹ തന്നെ ഒരു സെഷൻ ആയിട്ട് നമുക്ക് വെക്കാം, അലോഹ ആസ് എ വേർഡ്. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് അലോഹ ആസ് എ വേർഡ് അല്ല, അലോഹ ആസ് എൻ അബ്രിവേഷൻ ആണ്. അബ്രിവേഷൻ ആസ് എൻ ലൈഫ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെന്റ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ബാക്ക് ടു 2020s. 2020s എന്താണ് നടന്നത്? വേറൊന്നുമല്ല, വി വാസ് ഹെഡ് ബൈ കൊറോണ. അപ്പോ എല്ലാവരും ഒരു പണിയില്ലാണ്ട്, പണി ഉണ്ടായിരുന്നിട്ട് കൂടി നമുക്ക് പണിയെടുക്കാൻ പറ്റാണ്ട് വീട്ടിലിരുന്ന് വിഷമിച്ചിരുന്ന കാലമാണ്. അപ്പോ ഐ യൂസ് ടു എന്താ കൂടുതൽ കോഴ്സസ് എക്സ്പ്ലോർ ചെയ്യാനും സ്കിൽസ് ബിൽഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ത്വര കയറിയിട്ട് എന്താ നമ്മളിങ്ങനെ ഓരോരോ കാര്യം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയാണ് കോഴ്സ് ഏരിയയിൽ ഒരു കോഴ്സ് കാണുന്നത്, വിച്ച് ഇസ് അലോഹ, ലൈഫ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെന്റ്. അപ്പൊ ഹാപ്പിനെസ്സിന് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഹാപ്പിനെസ്സിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കയറി. ഐ ടുക്ക് ദ കോഴ്സ്. അപ്പോൾ കോഴ്സേറ എന്ന പ്ലാറ്റ്ഫോമിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് കൊളാബറേറ്റ് ചെയ്ത് എന്താ പ്രൊഫസർ രാജ് രഘുനാഥൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ മോഡറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ലൈഫ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെന്റ്. അപ്പോൾ അതാണ് ബേസിക്കലി ഇന്നത്തെ ഇനിയുള്ള ഒരു 20-25 മിനിറ്റ്സിന്റെ കോണ്ടെന്റ്. അപ്പോ അതിൽ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പൊ ഈ ഹാപ്പിനെസ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഡീവാല്യൂ ചെയ്യുന്ന ഒന്നാണെന്ന് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണോ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഇൻബിൽഡ് ഉണ്ട് ഹാപ്പിനെസ്സിൽ, വിച്ച് ടേക്സ് മീ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലൂടെ പറയാ, വാട്ട് ഡസ് ഹാപ്പിനെസ് മീൻ ടു യു? എന്താണ് നിങ്ങളുടെ സന്തോഷം? നിങ്ങൾക്ക് സന്തോഷം എന്നത് എന്താണ് എന്നൊന്ന് പറയാമോ? ഐ സി എ ഗുഡ് മോർണിംഗ്. യെസ്, യാത്ര ചെയ്യുന്നത് സന്തോഷമാണ്. യാത്ര ചെയ്യുന്നത് സന്തോഷമാണ്. അതാരാണ് പറഞ്ഞത്? സ്റ്റിൽ ഐ കാൻ സീ, ഐ ആം സോറി. ശ്രീജ. നല്ല ഭക്ഷണം കഴിക്കുന്നത്, നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കുന്നത്, പാട്ട് പാടുന്നത്, പാട്ട് കേൾക്കുന്നത്, വെറുതെ Yes. ചുമ്മാ ഇരിക്കുന്നതൊക്കെ സന്തോഷം. അതെ, എല്ലാം സന്തോഷമാണ്. ഓക്കെ, നല്ല സുഹൃത്തുക്കളുമായി സംവദിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ, കോണ്ടന്റ്. രാവിലെ എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുക, അതെന്റെ ഹാപ്പിനെസ് ആണ്. ഗുഡ് മോർണിംഗ് അയക്കുക, അത് ഹാപ്പിനെസ് ആണ്. ടു മേക്ക് എവ്രിവൺ ഹാപ്പി. സൂരജ് വേളൈ, സൂര്യചേട്ടൻ, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോ കുറെ വേർഷൻസ് ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. യാത്ര ചെയ്യുക, സംവദിക്കുക, 7 AM കോഫി ക്ലബിൽ കോഫി ടോക്കിൽ വന്നിരിക്കുക, ഓരോരോ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുക, ഇതൊക്കെ ഹാപ്പിനെസ് ആണ്, റൈറ്റ്? അപ്പോ വെൽ, വി ഓൾ ഹാവ് അവർ ഡെഫിനിഷൻസ് ഓഫ് ഹാപ്പിനെസ്. പക്ഷെ ഓരോരോ ഡിസിപ്ലിനിലും ഓരോരോ കാര്യങ്ങളുണ്ട്. ഐ മീൻ ഹാപ്പിനെസ്സിന് ഓരോരോ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പോ ചെറുതായിട്ട് നമ്മൾ അതിലോട്ട് ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ന്യൂറോളജിക്കലി നമ്മൾ ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാപ്പിനെസ് ഹോർമോൺസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഈ സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, ഇതൊക്കെ റിലീസ് ആകുമ്പോഴാണ് നമുക്ക് ആ ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് കിട്ടുക.
അത് ഹാപ്പിനെസ് എന്നൊരു ഹെഡിന്റെ താഴെയാണെങ്കിൽ കൂടി ഓരോരോ പേരുകളായിരിക്കും. ചിലപ്പോൾ ഫുൾഫിൽമെന്റ് ആയിരിക്കും, ഒരു കോണ്ടന്റ് ഫീൽ ആയിരിക്കും. പിന്നെ ഡിസിപ്ലിൻ നമ്മൾ മാറി ന്യൂറോ സയൻസ് എന്ന് ചാടി സൈക്കോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സൈക്കോളജിക്കൽ ഹാപ്പിനെസ്? സൈക്കോളജിക്കലി നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ്. നമ്മൾ ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു യാത്ര ചെയ്യുക, സംസാരിക്കുക, രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുക, വെറുതെ ഇരിക്കുക, ഇതിന്നൊക്കെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എന്താണ്? സൈക്കോളജിക്കൽ ഹാപ്പിനെസ് ആണ്. ആൻഡ് ആ ഹാപ്പിനെസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ? വി ഫീൽ ഗുഡ്. അപ്പോ എന്ന് വെച്ച് എന്താ, ന്യൂറോ സയന്റിഫിക്കലി നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഹോർമോൺസ് റിലീസ് ആകുമ്പോഴും ന്യൂറോ ടോക്സിൻസ് റിലീസ് അല്ലെങ്കിൽ മേക്കപ്പ് ആകുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. നമുക്ക് സൈക്കോളജിക്കലി ന്യൂറോളജിക്കലിയും വിട്ടിട്ട് കുറച്ചും കൂടി ഫിലോസഫിക്കൽ ഹാപ്പിനെസ് നോക്കിക്കഴിഞ്ഞാൽ, ഫിലോസഫിക്കലി എന്താണ് ഹാപ്പിനെസ്? നമ്മൾ നന്നായിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് എന്ന് നമുക്ക് തോന്നല് മാത്രമല്ല, നമ്മൾ ഹാപ്പിയാണ്. അത് നമ്മൾ എവിഡന്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെച്ചു. ആസ് വെൽ ആസ് ഹാപ്പി ആവാൻ വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫിലോസഫിക്കൽ ഹാപ്പിനെസ്. അതേപോലെ തന്നെ വേറെ ഡിസിപ്ലിൻസ് ഉണ്ട്. സോറി, ഒരു ഫിനാൻഷ്യൽ എക്കണോമിക്കൽ ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാൻ ഉള്ള അല്ലെങ്കിൽ നമ്മളുടെ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഹാപ്പിനെസ്, എക്കണോമിക്കലി ഓർ ഫിനാൻഷ്യലി സ്പീക്കിംഗ്. ഇങ്ങനെ ഓരോ ഡിസിപ്ലിൻസിലും ഇതുണ്ട്. ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അസുഖങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഫിസിയോളജിക്കലി ഹാപ്പി അല്ല ബിക്കോസ് ഐ ഹാവിങ് ത്രോട്ട് ഇഷ്യൂ ആൻഡ് സംതിങ്. അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആണ്, എല്ലാം ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിയോളജിക്കലി ഹാപ്പി എന്ന് പറയും. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോഴും ഇതിൽ ഏത് ഹാപ്പിനെസ് ആണ് അല്ലെങ്കിൽ ഇതിലെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്, റൈറ്റ്? അപ്പോ ഓരോരുത്തരും ഓരോരോ കാര്യം പറഞ്ഞു. ചിലർ യാത്ര ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത്, ചിലർക്ക് സമ്മതിക്കുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത്, വെറുതെ ഇരിക്കുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത്. അത് പക്ഷെ ഇന്റർചേഞ്ചബിൾ അല്ല, അല്ലെ? ഒരാൾക്ക് എന്താണോ, എന്റെ ഹാപ്പിനെസ് ആവില്ല നിങ്ങളുടെ ഹാപ്പിനെസ്. അപ്പോ കറക്റ്റ് നമ്മൾ വാല്യൂ ചെയ്ത് ഇതാണ് എന്റെ ഹാപ്പിനെസ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പേഴ്സ്യൂ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ വിച്ച് ഇസ് എ മെയിൻ കണ്ടന്റ് ഓഫ് ഇനി വരാൻ പോകുന്ന ഒരു 20 minutes. എന്താണ് ഇനി വരാൻ പോകുന്നതിൻ്റെ ഉള്ള ഒരു റോഡ് മാപ്പ് ഞാൻ തരാം. വേറൊന്നുമല്ല, നമുക്ക് ഹാപ്പിനെസ് സെൻസും ഉണ്ട്, ഹാപ്പിനെസ് ഹാബിറ്റ്സും ഉണ്ട്. ഹാപ്പിനെസ് സെൻസും ഹാപ്പിനെസ് ഹാബിറ്റ്സും എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളെ തന്നെ കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഓരോരോ പോയിന്റ്സ് പറയുമ്പോൾ ചാറ്റ് ബോക്സിലും കാര്യങ്ങളും അഡ്മ്യൂട്ടും ഒക്കെ ചെയ്തിട്ടൊന്ന് പറയാം. ഹാപ്പിനെസ് സെൻസ് എന്ന് പറയുന്നത് നമ്മളുടെ മാക്സിമം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള ഹാപ്പിനെസ്സിലോട്ട് അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റ് ഫീൽഡിലോട്ട് നമ്മളെ എത്തിക്കാതിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെ നമ്മൾ ചിലപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാനിപ്പോ പറയുമ്പോഴായിരിക്കും റിയലൈസ് ചെയ്യണേ. ചില ആൾക്കാർ ഓൾറെഡി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ലെറ്റ്സ് ലുക്ക് ഇൻടു ഇറ്റ്. അപ്പോ സ്റ്റാർട്ടിങ് ഹാപ്പിനെസ് സിൻസ് എന്ന് പറയുന്നത് 7 എണ്ണമുണ്ട്. നമ്മളുടെ ഈ അലോഹ കോഴ്സ് ബേസ് ചെയ്ത് 7 ഹാപ്പിനെസ് സെൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് കോൾഡ് 7 ഡെഡ്ലി ഹാപ്പിനെസ് സെൻസ്. എന്തുകൊണ്ടാണ്? ഹാപ്പിനെസ്സിനെ കൊല്ലുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഡെഡ്ലി ഹാപ്പിനെസ് സെൻസ് എന്ന് പറയുന്നത്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ വരുന്നത് ഡീവാല്യൂയിങ് ഹാപ്പിനെസ് ആണ്. അപ്പോ വിച്ച് ബ്രിങ്സ് മീ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്കൊക്കെ ഓരോ സൂപ്പർസ്റ്റിഷൻ ഒക്കെ ഉണ്ടാവൂലേ? അതായത് രാവിലെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒറ്റ മൈനെ കാണാം, അത് ബാഡ് ലക്ക് ആണ്. പിന്നെ ഒരു കറുത്ത പൂച്ച നമ്മുടെ ഫ്രണ്ടിൽ പോയി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാഡ് ലക്ക് ആണ്. അതുപോലെ എന്തെങ്കിലും സൂപ്പർസ്റ്റിഷൻസ് നമുക്കുണ്ടോ? വേറെ എന്തെങ്കിലും സൂപ്പർസ്റ്റിഷൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? യെസ്. എല്ലാവർക്കും മിക്കവാറും ഉള്ളവർക്കെല്ലാം സൂപ്പർസ്റ്റിഷൻ ഉണ്ട്. കറുത്ത പൂച്ച കുറുക്കെ ആടിയ അങ്ങോട്ട് പോകാൻ നല്ലതല്ല,
പിന്നെ അങ്ങനെ രാഹുകാലത്ത് ഇറങ്ങിപ്പോയിക്കൂടാ. രാഹുകാലം, യെസ്. അങ്ങനെയൊക്കെ എല്ലാവർക്കും മിക്കവാറും അത് എങ്ങനെയൊക്കെയോ മനസ്സിൽ എല്ലാ ജാതിക്കാരിലും പിടിപെട്ടിട്ടുണ്ട്. അതെ, കൾച്ചറൽ ഡിഫറൻസ് ഒന്നും നോക്കാണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമായിരിക്കും സൂപ്പർസ്റ്റിഷൻ. ഈവൻ ഒരു അഗനസ്റ്റ് ആയാലും കുറച്ച് എന്താ ദൈവവിശ്വാസമൊക്കെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ സൂപ്പർസ്റ്റിഷൻസും ഉണ്ടാവും. ബട്ട് ഇവിടെ അതിന്റെ ഒരു പ്രസക്തി വരുന്നത് അതേപോലെ തന്നെയാണ് നമ്മളുടെ സൂപ്പർസ്റ്റിഷൻ അല്ലെങ്കിൽ പോലും നമ്മൾ എപ്പോഴും നമ്മളുടെ ഹാപ്പിനെസ് ഡീവാല്യൂ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഏകദേശം 80% ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് കൂടുതൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ്ലി തലയിൽ ഒരു കാര്യം ഓർമ്മ വരുന്നത്, അയ്യോ ഞാൻ ഇത്ര സന്തോഷിച്ചു. അതേപോലെ തന്നെ ഇത്ര തന്നെ നെഗറ്റീവ് ആയിട്ട് ഇത്ര തന്നെ സങ്കടം എനിക്ക് കിട്ടാനുണ്ട് ഒരു തോന്നൽ വരും. ഇല്ലേ, വരാറില്ലേ? എനിക്കൊരു യെസ് ആണ് തംസപ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് തന്നെ. അതായത് കൂടുതൽ ചിരിച്ചാൽ കരയേണ്ടി വരും എന്ന് പറയാറുണ്ട്. അതെ, കൂടുതൽ ചിരിച്ചു കഴിഞ്ഞാൽ കരയേണ്ടി വരും എന്നുള്ളൊരു ഒരു വിശ്വാസം കൊണ്ട് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അപ്പോ ഇത് ആക്ച്വലി ഡീവാല്യൂയിങ് ഹാപ്പിനെസ് എന്ന സിൻ അല്ലെങ്കിൽ ഒരു ബക്കറ്റ്, എന്താ പറയാ, ഈ സിന്നൊക്കെ നമുക്കൊരു വെൽ ഓർ ബക്കറ്റ് ആയിട്ട് ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡീവാല്യൂയിങ് ഹാപ്പിനെസിന്റെ അകത്ത് വരുന്നതാണ്. നമുക്ക് എന്തോ ഇങ്ങനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഹ്യൂമൻ മൈൻഡിന്, അല്ലേ? അതായത് ഇത്ര ചിരിച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ കരയേണ്ടി വരും, ഇത്ര സന്തോഷിച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളൊരു വിചാരമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം സാഡ്ലി കുറെ കാര്യങ്ങൾ നമ്മളെ തലയിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മുടെ തലയിൽ നമ്മളൊരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു വെയിൽ കെട്ടി നിർത്തിയേക്കുന്നതാണ് ഒരു ബാലൻസ് ചെയ്യണമെന്ന് പറയുന്ന ഈ കാര്യം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഫസ്റ്റ് ഹാപ്പിനെസ്, ഡെഡ്ലി ഹാപ്പിനെസ് എന്ന് വരുന്നത് ഡീവാല്യൂയിങ് ഹാപ്പിനെസ്. സെക്കൻഡ്ലി വരുന്നത് ചേസിങ് സുപ്പീരിയോറിറ്റി ആണ്. അതായത് സുപ്പീരിയോറിറ്റി ചേസിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ അംബിഷ്യസ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ വർക്കിലാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ അടുത്ത ലെവലിലോട്ട് പോവാൻ അതൊന്നും എന്താ നോക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ ലൈഫിന് ഒരു കോമ്പറ്റീറ്റീവ് ഇതിലെടുക്കുക, മൈൻഡ് സെറ്റിൽ എടുക്കുക. അതായത് എല്ലാ കാര്യങ്ങളിലും, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തലത്തിലാണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് തന്നെ നിൽക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി. അതാണ് ചേസിങ് സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞ ഹാപ്പിനെസ് സിന്ന് വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഒരു ഹാപ്പിനെസ് സിന്നായിട്ട് എടുക്കുന്നത്? ഇതിന്റെ കൂടെ വരുന്ന ആൻസൈറ്റിയും ഫ്രസ്ട്രേഷനും സ്ട്രെസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടാണ് ചേസിങ് സുപ്പീരിയോറിറ്റി ഒരു ഹാപ്പിനെസ് സിന്നാവുന്നത്. ആൻഡ് കമ്മിങ് ടു തേർഡ്, ഡിസൈർ ഫോർ ബീങ് ലവ്ഡ്. അതായത് ഡിസൈർ ഫോർ ബീങ് ലവ്ഡ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു ഹാപ്പിനെസ് സിന്നാണോ എന്നുള്ളത് നമുക്ക് ചെറിയൊരു ഡൗട്ട് വരും. പക്ഷെ ഇവിടെ ഡിസൈർ ഫോർ ബീങ് ലവ്ഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ വാലിഡേഷനിൽ കൂടി മാത്രം ജീവിക്കുക എന്നുള്ള കാര്യമാണ്. കാരണം നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാണ്ടിരിക്കുക. ബാക്കിയുള്ളവർ പറയുന്നതാണെങ്കിൽ പുറത്തുള്ളവര് ഒരു സെക്കൻഡ് പേഴ്സൺ പറയുന്നതിൽ കൂടി മാത്രം നമ്മളെ ജഡ്ജ് ചെയ്യുക, വാല്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനമോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ടാണ് തേർഡ് ഹാപ്പിനെസ് ഡിസൈർ ഫോർ ബീങ് ലവ്ഡ് ഇൻ എ നെഗറ്റീവ് സെൻസ് വരുന്നത്. ആൻഡ് ഫോർത്ത് ഹാപ്പിനെസ് ഇൻ ബീങ് കൺട്രോളിങ്. ഇത് ഈ ചേസിങ് സുപ്പീരിയോറിറ്റിയുടെ ഒരു അടുത്തുകൂടെ പോകുന്ന കാര്യമാണ്. വേറെ ഒന്നുമല്ല, എല്ലാ ലൈഫ് സിറ്റുവേഷൻസും നമ്മളുടെ തീരുമാനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങൾ പോലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കണം എന്ന നിർബന്ധ ബുദ്ധിയാണ് ബീങ് കൺട്രോളിങ് എന്ന് പറയുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, ഞാൻ പറയാം, ഒരു 2018 മുതൽ ഇങ്ങോട്ടുള്ള ഇയേഴ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം അതേപോലെയാണോ നടക്കുന്നത് കാര്യങ്ങൾ. ലൈക്ക് ഇൻ ടേംസ് ഓഫ് വേൾഡ് ഇഷ്യൂസ്, ഇൻ ടേംസ് ഓഫ് കുറെ കാര്യങ്ങൾ വിച്ച് ഇസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. നോക്കി കഴിഞ്ഞാൽ 2018 ഫ്ലഡ് വന്നു, വാസന്റ് ഇൻ അവർ കൺട്രോൾ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി.
റൈറ്റ്. പക്ഷെ അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും കൂടിയില്ല. 2020 കൊറോണ ഹിറ്റ് ചെയ്യുന്നു. വാസ് ഇൻ കൺട്രോൾ. നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നോ അത്രത്തോളം കൈവിട്ട് പോവാണ് ഉണ്ടായത്. അതിന്റെ ഇടയ്ക്ക് ഒരു നിപ്പ ഇത് വന്നു, പക്ഷെ വി ഗോട്ട് ഇറ്റ് ഇൻ കൺട്രോൾ, റൈറ്റ്. അത് കഴിഞ്ഞ് ഇപ്പോ ഏകദേശം ഒരു വാർ ഇഷ്യൂയിലോട്ടാണ് പോകുന്നത്. ഇപ്പോഴും കൺട്രോളിലല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ട്. ജിയോ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അതൊക്കെ ആരുടെയൊക്കെ കൺട്രോളിലാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ ആണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. And fifth being distrusting others. Distrusting others in the sense, ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ പുറത്തോട്ടുള്ളവരെ, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം സെക്കൻഡ് ഗസ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഒരാളെ കണ്ണോടച്ച് വിശ്വസിക്കാൻ പറ്റുക? ഈ കാലമാണ്, കലികാലാണ് എന്നൊക്കെ പറയും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെ വിശ്വസിക്കാണ്ട് നമുക്ക് ജീവിച്ചു തീർക്കാൻ പറ്റുമോ ഒരു ലൈഫ്? അതും ഒരു ചോദ്യം. സോറി. ആൻഡ് സിക്സ്ത് ഹാപ്പിനെസ് ഇൻ ബീയിങ് ഒബ്സസീവ് പാഷൻ. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു ഗോൾ ഉണ്ട് അല്ലേ? ചിലവര് എന്താ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എന്താണ് എനിക്ക് ലൈഫിൽ ആവണ്ടേ എന്നുള്ളൊരു കറക്റ്റ് കരിയർ പാത്ത് അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഗോൾ, ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇല്ല, എനിക്ക് ഈ ഒരു കോർ ഏരിയയിൽ എന്തെങ്കിലും ആവണം എന്നുള്ളൊരു വിഷൻ അല്ലെങ്കിൽ പാഷൻ ആയിരിക്കും. ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കറന്റ്ലി ഇപ്പോ ലോജിസ്റ്റിക്കൽ ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്തുക എന്ന മിഷനിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആസ് വെൽ ആസ് പാഷൻ എന്ന് പറയാനായിട്ട് ഒരു വിമൻ അഡ്വക്കേസി, സൈക്കോളജിക്കൽ ബാരിയർ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട് വേറെ ഉണ്ട്. അപ്പോ പക്ഷെ ഒരു പാഷൻ ആവുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവുമ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്തു അല്ലെങ്കിൽ വേറെ ഒന്നും ലൈഫിന്റെ ഇപ്പൊ നമ്മള് ലൈഫിൽ ഒരു 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമായിരിക്കും പാഷൻ. അപ്പോ ബാക്കി 4 കാര്യങ്ങളും വിട്ടിട്ട് 5ാമത്തെ കാര്യം മാത്രം ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് ഒബ്സസീവ് പാഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നും നോക്കാണ്ട് എനിക്ക് ഇത് മാത്രം മതി ലൈഫിൽ വേറെ ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനെ ചേസ് ചെയ്യുന്നതാണ് ഒബ്സസീവ് പാഷൻ എന്ന് പറയുന്നത്. And coming to the 7th and last happiness, mindfulness. No, mindlessness. Mindlessness നമ്മളിപ്പോ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ആൻഡ് who's to blame? We are to blame. കാരണം നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആണ്. നമ്മൾ ഓഫ്ലൈൻ സോഷ്യൽ ആയിരുന്നു കുറെ കാലം, ഇപ്പൊ ഓൺലൈൻ സോഷ്യൽ ആണ് കുറെ കാലം ആയിട്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ലൈക്ക് ഒരു ഡിഫറെന്റ് ഡയമെൻഷനിൽ നമ്മൾ സോഷ്യൽ ആവും. കാരണം AI റെവല്യൂഷൻ ബീയിങ് ഡൺ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് വിഷ്വൽ ഇതിലോട്ടൊക്കെ മാറും. അപ്പോ വിൽ ബി മോർ സോഷ്യൽ ആസ്പെക്ട്. പക്ഷെ ഈ സോഷ്യൽ ആവുന്നതിന്റെ കൂടെ നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, മൈൻഡ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ 7 AM കോഫി ടോക്സിലാണെങ്കിൽ പോലും ചില ആൾക്കാർ ഇവിടെ ആയിരിക്കില്ല. ചിലപ്പോ ആൾക്കാരൊക്കെ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ ഈ ഒരു മൊമെന്റിലല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മൈൻഡ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ തന്നെയാണോ? ഇപ്പൊ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും, റൈറ്റ്? അപ്പോ ഇനിയിപ്പോ എന്താണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞേ എന്നാരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കുറെ ആൾക്കാർക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് താങ്ക് ഗോഡ് 7 AM കോഫി ടോക്കിൽ ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ എനിക്ക് ഏകദേശം വീഡിയോ ഓൺ ചെയ്ത ആൾക്കാരൊക്കെ കാണാം. അപ്പൊ അവരൊക്കെ ഏകദേശം ഇവിടെ തന്നെയാണ്, അത്ര മൈൻഡ്ലെസ് ആയിട്ടുള്ള ഇരിക്കുന്നത്. അപ്പോ ഈ 7 ഡെഡ്ലി ഹാപ്പിനെസ് സെൻസ് ഞാൻ ഓടിച്ചു പോയി. കാരണം ഇതൊക്കെയാണ് നമ്മൾ തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബോക്സിന്റെ അകത്തൊക്കെയാണ് നമ്മൾ കിടക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ഇസ് ദാറ്റ് നമ്മൾ ഇതിന്ന് പുറത്തു വരിക. വിച്ച് ബ്രിങ്സ് മീ ടു 7
ഡെഡ്ലി ഹാപ്പിനെസ് സിൻസിന്റെ തന്നെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള 7 ഹാപ്പി ഹാബിറ്റ്സ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ 7 ഹാപ്പിനെസ് സെൻസിന്റെ ഡെഡ്ലി ഹാപ്പിനെസ് സെൻസിന്റെ ആന്റിഡോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്ന പോലെ ആന്റിഡോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ which brings me to my third question. ഈ 7 ഹാപ്പിനെസ് സെൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇതില് ഏതിലോട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ ഏതാണ് നിങ്ങളുടെ ലൈഫിൽ കൂടുതലുള്ളത് എന്നാണ് നിങ്ങൾക്ക് തോന്നണേ? എല്ലാരും ഒന്ന് പറയാവോ? Okay, I know, all good. I got the message. Yes. Yeah, yeah. This is better, I guess. It's called 7 a.m. coffee talk. So I thought I will talk. Yes. ആരെങ്കിലുമൊക്കെ പറയാമോ? I can see Kabir Das sir, Radhakrishnan sir. ഏതൊക്കെ ഹാപ്പിനെസ് സെൻസ് ആണ് ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൈൻഡ്ലെസ്നെസ് ആണോ അതോ ഡീവാല്യൂയിങ് ഹാപ്പിനെസ് ആണോ? ബീയിങ് ലവ്. ഓക്കെ, ബീയിങ് ഇൻ ലവ് ആണ്. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? യെസ്, ഇഫ് നോട്ട് നമുക്ക് എന്താ മുമ്പോട്ട് പോവാം. ഈ ഹാപ്പിനെസ് സെൻസിനൊക്കെ ആന്റിഡോട്ട്സ് ആയിട്ടുള്ള ഹാപ്പിനെസ് ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. Wait a second, I can't see. Yes. ഇപ്പൊ so far so good. വോയിസ് ഒക്കെ ക്ലിയർ ആയി, എല്ലാം ഓക്കെ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. I forgot to check that in the first place. അപ്പോ യെസ്, ഹാപ്പിനെസ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് സെൻസിന്റെ പോലെ തന്നെ 7 ഉണ്ട്. ആൻഡ് ഫസ്റ്റ്, ഡിവാല്യൂയിങ് ഹാപ്പിനെസിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹാപ്പിനെസ് ഹാബിറ്റ് വരുന്നത്. ആൻഡ് ദാറ്റ് ഇസ് പ്രയോറിറ്റൈസിങ് ഹാപ്പിനെസ്. അപ്പോൾ പ്രയോറിറ്റൈസിങ് ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്യുക, അതായത് ഹാപ്പിനെസ് പെർസ്യൂ ചെയ്യാണ്ടിരിക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുക. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹാപ്പിനെസ് പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഹാപ്പിനെസ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണ്ടേ? നമ്മൾ എന്താണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ക്ലിയർ പിക്ചർ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതെന്താണ് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോ ഈ പ്രയോറിറ്റൈസിങ് ഹാപ്പിനെസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്താണ് ഹാപ്പിനെസ് എന്ന് ഡിഫൈൻ ചെയ്യാം. ഇപ്പോ ഏതെങ്കിലും ഒരു സിന്ന് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഈ 7 ഹാപ്പി സിൻസ് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് അതിന് ഇവോൾവ് ആയി ഒരു ഹാപ്പിനെസ് ഹാബിറ്റിലേക്ക് കൊണ്ടുവരാം. അത് എല്ലാ സിൻസിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇൻ എ ബേസിക് സെൻസ്, ഇപ്പോ എനിക്ക് കരിയറിൽ ഇതാവണം, അല്ലെങ്കിൽ എനിക്ക് ഇൻ 5 years എനിക്ക് ഇതാവണം എന്നുള്ളൊരു ഗോള് വെച്ചാലേ ഇൻ 5 years ഞാൻ അതാവുള്ളൂ. അതേപോലെ തന്നെയാണ് സന്തോഷത്തിന്റെ കാര്യം. ഇങ്ങനെ എനിക്ക് സന്തോഷിക്കണം, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടും എന്നുള്ളത് നമ്മൾ ക്ലിയർ കട്ടായിട്ട് എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ഹാപ്പിനെസ് ഹാബിറ്റ് ആണ് പ്രയോറിറ്റൈസിങ് ഹാപ്പിനെസ്. അപ്പൊ അതിന് നമ്മൾ എന്താണ് സന്തോഷം, നമ്മളുടെ സന്തോഷം എന്ന് കണ്ടുപിടിക്കുക, പറ്റുകയാണെങ്കിൽ എഴുതി വെക്കുക, അതിലോട്ട് എത്താനായിട്ടുള്ളത് ശ്രമിക്കുക. അതിലോട്ട് എങ്ങനെ എത്താൻ പറ്റും നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മളുടെ എല്ലാവരുടെയും ഹാപ്പിനെസ് ഡിഫറെന്റ് ആണ്. ഹാപ്പിനെസ് ഹാബിറ്റ് 2, എക്സ്പ്രസിങ് കമ്പാഷൻ. ഞാൻ പറഞ്ഞു സുപ്പീരിയോറിറ്റി ചേസ് ചെയ്യുക. അങ്ങനത്തെ ഹാപ്പിനെസ് സെന്നിന്റെ ഒരു ഹാപ്പിനെസ് സെന്നിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്പ്രസിങ് കമ്പാഷൻ എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, കുറച്ച് എമ്പത്തി ഉണ്ടാവുക, ആൾക്കാരോട് അനുബന്ധം ഉണ്ടാവുക. നമ്മളിപ്പോ നമ്മളുടെ കാര്യം മാത്രം നോക്കി പോവാണ്ട്
കുറച്ച് ജീവിതയാത്രയിലൊന്ന് നിൽക്കുക, തിരിഞ്ഞു നോക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇഫ് യു ആർ ഇൻ എ വാക്ക് വേ സ്റ്റാൻഡ്, അല്ലെങ്കിൽ ടേക്ക് എ സൈഡ്, ഒരു ബ്രീത്തർ എടുക്കുക, ഒരു ബ്രീത്ത് ഔട്ട് ചെയ്യാനുള്ള ഒരു ടൈം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ കാണാൻ പറ്റും, റൈറ്റ്? മേ ബി ദേ നീഡ് ഹെൽപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഒരു 5 minutes ആയിരിക്കും ആൾക്കാർക്ക് വേണ്ടത്. പക്ഷെ നോക്കാത്തിടത്തോളം കാലം നമ്മൾ ഇവരൊന്നും കാണാറില്ല. പക്ഷെ നോക്കാൻ ശ്രമിക്കുക, അതാണ് സെക്കൻഡ് ഹാപ്പിനെസ് ഹാബിറ്റ് വരുന്നത്, എക്സ്പ്രസിങ് കമ്പാഷൻ. വിച്ച് ബ്രിങ്സ് മീ ടു ദ തേർഡ് ഹാപ്പിനെസ് ഹാബിറ്റ്. അതിന്റെ തന്നെ കുറച്ചും കൂടി ഒരു വലിയ ലെവലാണ് ലവിങ് അതേഴ്സ്. ഈ സുപ്പീരിയോറിറ്റി ആൻഡ് ബീങ് ലവ്ഡ് എന്ന ഒരു ഇതിലേക്ക് നമുക്ക് എന്ത് കിട്ടും എന്നല്ലാതെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചു തുടങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ഹാപ്പിനെസ് ഹാബിറ്റ്സ് ഒക്കെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു തിയറി ബേസിൽ ഇതുകൊണ്ടാണ്, ഇതാക്കാം, ഇതുണ്ടെങ്കിൽ ഇത് കിട്ടും എന്നല്ല, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇൻ റിയൽ ലൈഫ് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നു ഇതൊക്കെയാണ്, എങ്ങനെയാണ് ഇതിന് ഹാപ്പിനെസ് കിട്ടുന്നത്. പക്ഷെ ഇൻ തിയറി, ഇൻ എക്സ്പ്ലനേഷൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ന്യൂറോ ടോക്സിൻസ് ഒക്കെ നമുക്ക് തലയിൽ ഫോം ആവും, തലയിലല്ല ബോഡി ഫുൾ ഫോം ആവും. അങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, അതായത് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇതൊക്കെ ഈ വഴിയിലൊക്കെ കൂടെയാണ് കിട്ടുന്നത്. നമ്മളൊക്കെ ഓൾറെഡി ചിലപ്പോൾ റിയലൈസ് ചെയ്ത കാര്യങ്ങളായിരിക്കും. എന്നെക്കാളും ഏകദേശം ഒരു 5-6 ഓണം കൂടുതൽ ഉണ്ട ആൾക്കാർ മുതലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്നെക്കാളും അത്യാവശ്യം ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇത് ഓൾറെഡി റിയലൈസ് ചെയ്തിട്ടുണ്ടാവും, ഇൻ ദ വേ ഓഫ് ലൈഫ് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇഫ് നോട്ട്, ഇനിയിപ്പോ റിയലൈസ് ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വേർഡ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കാനായിട്ട് ഈ സെഷൻ സഹായിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ കമ്മിങ് ടു ദ ഫോർത്ത് ഹാപ്പിനെസ് ഹാബിറ്റ്. അപ്പോൾ ഫോർത്ത് ഹാപ്പിനെസ് ഹാബിറ്റ് നമുക്ക് വരുന്നത് നമ്മളുടെ 7 ഹാപ്പി ഡെഡ്ലി സിൻസ് പറഞ്ഞതിന്റെ ബീങ് ഓവർലി കൺട്രോളിങ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗിവിംഗ് അപ്പ് കൺട്രോൾ. ഗിവിംഗ് അപ്പ് കൺട്രോൾ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എങ്ങനെയാണ് ഇൻ കൺട്രോൾ അല്ലാണ്ട് നമുക്ക് എങ്ങനെ പറ്റും? എല്ലാ കാര്യങ്ങളും ഇൻ കൺട്രോളിലായാൽ മാത്രമല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ബിസിനസ് ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ. പക്ഷെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുക, എല്ലാം നമ്മളുടെ കൺട്രോളിലാണോ? നമ്മളെല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് അൺഹാപ്പിനെസ് ഉണ്ടാവാറില്ലേ എന്നുള്ളത്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണോ അത് ലൈഫ് സിറ്റുവേഷൻസ് ആണെങ്കിൽ ഇതങ്ങനെയാണ് എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ മാറില്ലേ എന്നൊന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ ചില ആസ്പെക്ട്സിൽ നമുക്ക് ചില ലൈഫ് സിറ്റുവേഷനിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് അതങ്ങനെയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എനിക്ക് അതിലൊരു കൺട്രോൾ ഇല്ല, ഓക്കെ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോ ഓൾറെഡി കൺട്രോളിങ് ലൈഫിൽ പറഞ്ഞു, കൊറോണ, നിപ്പ, ഫ്ലഡ്, ഇപ്പൊ ഒരു വാർ സിറ്റുവേഷൻ. ഇനി പറയുന്ന കുറെ ആൾക്കാർ ഇപ്പോ കോൺസ്പിറസി തിയറീസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞു, കറണ്ടൊക്കെ പോയി, നെറ്റൊന്നും ഇല്ലാണ്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പറയും. അപ്പോ ഇതൊക്കെ നമ്മളുടെ കൺട്രോളിലല്ല. ഇതൊക്കെ ജിയോ പൊളിറ്റിക്സിന്റെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ആ വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടി നമ്മളുടെ ലൈഫിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ എല്ലാം ഓക്കെയാണ്, എനിക്കിപ്പോ 7 മണിക്ക് ഓഫീസിൽ എത്തണം എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്, ഒരു 6:30 അല്ലെങ്കിൽ 6:15 ഇറങ്ങാണ്. പക്ഷെ നമ്മളുടെ കയ്യിലില്ലാത്ത കുറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും. അതായത് വാട്ട് ഓൾ ക്യാൻ ഹാപ്പൻ, ട്രാഫിക് ഉണ്ടാവാം. ഇനിയിപ്പോ ട്രാഫിക് ഇല്ലെങ്കിൽ കൂടി ചിലപ്പോ
ഇടയ്ക്കൊരു ഒബ്സ്റ്റക്കിൾ ഉണ്ടായിട്ട് റൂട്ട് മാറിപ്പോകേണ്ടി റോഡ് മോശമായിരിക്കും. ഇതൊക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ തന്നെ മനസ്സിൽ വെച്ച് പോവുകയാണെങ്കിൽ കൂടി അതിന് ഡിഫറൻസസ് ഉണ്ടാവും, എന്ത് സംഭവിക്കാം. അപ്പോ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലൈഫാണ് നമ്മളുടെ എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ ലൈക്ക് ഈ കൺട്രോളിലല്ല എന്നുള്ളത് വിട്ട് കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു സമാധാനം ഉണ്ടാവും. ഐ ആം വെരി സോറി അഗൈൻ ഫോർ ഇടയ്ക്ക് ഈ ഒരു വോയിസ് ഡിഫറൻസ് വരുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, ക്യാച്ചിങ് അപ്പ് ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ്, ഹൈ, ഹലോ എന്തെങ്കിലും ഒന്ന് പറയാവോ? ജസ്റ്റ് ലൈക്ക് ഹായ്. ഉണ്ട് കൂടെയുണ്ട് തുടർന്നോളൂ. കേൾക്കുന്നുണ്ട്. ഗ്രേറ്റ്. അപ്പോ മൂവിങ് ഫോർവേഡ് ടു അവർ എന്താ 4ാമത്തെ കഴിഞ്ഞു, 5ാമത്തെ ഹാപ്പിനെസ് ഹാബിറ്റ്, ട്രസ്റ്റിംഗ് അതേഴ്സ്. പാടാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്കറിയാം. പക്ഷെ വളരെ എന്താ പ്രോആക്റ്റീവ് ആയിട്ട് നമ്മൾ ആൾക്കാരെ വിശ്വസിക്കാൻ കഴിയണം. എന്റെയൊക്കെ ഇപ്പൊ ഒരു ജനറേഷൻ ജെൻസി പിള്ളേര്, എന്റെ എന്ന് പറയാൻ പറ്റില്ല, ഞാനിപ്പോ ജെൻസിയുടെ മിലേനിയയുടെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷെ എന്റെ കൂടുതൽ ഫ്രണ്ട്സും കാര്യങ്ങളും കസിൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ എന്താ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇതാണ്: വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി, വിശ്വസിക്കാൻ പറ്റില്ല ഐഷു. ഇതൊക്കെ നമ്മളെ ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ട് പോകും. റിലേഷൻഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ, ഏത് ഏരിയ ഓഫ് ലൈഫ് ആയിക്കോട്ടെ, വേറൊരു മനുഷ്യനെ വേറൊരു ഹ്യൂമൻ ബീയിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു കാലഘട്ടത്തിൽ നടക്കാത്ത കാര്യമാണ്. പക്ഷെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യണം, പ്രോആക്റ്റീവ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ റിസ്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, ആ റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള നോക്കാം. അപ്പോൾ എല്ലാവർക്കും ലൈഫിൽ ഡിഫറെന്റ് ആയതുകൊണ്ട് ഞാൻ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേറെ പറയുന്നില്ല. പ്രോആക്റ്റീവ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഹ്യൂമൻസ് ആണ്, എന്താ സോഷ്യൽ ബീയിങ്സ് ആണ്. നമുക്ക് സോഷ്യലി അല്ലാണ്ട് എന്താ ആൾക്കാരൊന്നും ഇല്ലാണ്ട് ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി ഒരാള് വേൾഡിൽ എല്ലാവരും പോയി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ഐ വിൽ ബി ഇൻസെയിൻ. കാരണം എന്താ, നമ്മൾ സോഷ്യൽ ബീയിങ്സ് ആണ്. ആൾക്കാരോട് ഇടപെട്ട് സംസാരിച്ച് കൂട്ടം കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് പണ്ടേ പരിചയം. ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് ഉണ്ടായിരുന്ന സമയം മുതൽ നമ്മൾ അങ്ങനെയാണ്. നമുക്ക് ആ ഒരു ഇന്നേം നേച്ചറിന് ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇൻട്രോവേഴ്സ് എക്സ്ട്രോവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും വേറൊരു ആളില്ലാണ്ട്, വേറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോ ട്രസ്റ്റിംഗ് അതേഴ്സ്, അതാണ് നമ്മളുടെ 5th ഹാപ്പിനെസ് ഹാബിറ്റ് വരുന്നത്. ആൻഡ് 6th ഹാപ്പിനെസ് ഹാബിറ്റ് വരുന്നത് നമ്മളുടെ ഫ്ലോ കണ്ടെത്തുക എന്നാണ്. ഫ്ലോ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ജാപ്പനീസ് കോൺസെപ്റ്റ് ഉണ്ട്. ഷോർ ഇറ്റ് ഇസ് ജാപ്പനീസ്, ഇക്കിഗായി എന്ന് പറഞ്ഞിട്ട്, അല്ലെ? എന്താണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ലോകത്തിന് ആവശ്യം എന്താണ്, നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന എന്ത് കാര്യമാണ്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അത് വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ കൂടി ചേർത്തിട്ട് there's a concept called ഇക്കിഗായി. അപ്പൊ ഇതിലെ പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം മാറ്റി വെച്ചിട്ട് എടുക്കുന്നതാണ് ഫ്ലോ. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, ഇപ്പൊ ട്രെയിനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ 7 AM കോഫി ടോക്കിൽ വന്ന് ഇരിക്കുന്നതായിക്കോട്ടെ, അത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി വന്ന് ചെയ്ത് ഇരിക്കുന്ന കാര്യമാണ്. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. ആസ് വെൽ ആസ് നമ്മളുടെ ഒരു ഒപ്റ്റിമം സ്റ്റേജിലാണ് നമ്മൾ ഇത് വന്ന് ചെയ്യുന്നത്. എന്താ ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലോയില് കാര്യങ്ങൾ ചെയ്തു പോവുക. നമ്മൾ ആ ഒരു സ്ലാങ്ങിൽ പറയില്ലേ, ഇൻ ദ ഫ്ലോ, ഹീസ് ഇൻ ദ ഫ്ലോ, ഷീസ് ഇൻ ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ ആ ഒരു ഫ്ലോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലോ ഓരോ കാര്യങ്ങളിൽ ഉണ്ടാവൂ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ.
അതിപ്പോ ചില ചില സമയങ്ങളിൽ വേറൊരാളുടെ കൂടെ ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും ഇൻ ദ ഫ്ലോ എന്ന് പറയും. ഇപ്പോ എന്റെ അതേ ഹൈറ്റിലുള്ള ഒരാളുമായിട്ട് ഞാൻ ബാഡ്മിന്റൺ കളിക്കും. വാട്ട് ഇഫ് വിത്ത് ബാഡ്മിന്റൺ എന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ വളരെ മോശമാണ് എങ്കിൽ കൂടി ഏകദേശം എന്റെ തന്നെ ഒരു സ്റ്റേറ്റിലായിട്ടുള്ള ആളുടെ കൂടെയാണ് ബാഡ്മിന്റൺ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഐ മീൻ ഇപ്പോ എന്താ ഇത് സെർവ് ചെയ്യാനും മൊത്തത്തില് ആ ഒരു പ്ലേ എന്ന് പറയുന്ന കാര്യം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഫ്ലോ എന്ന സിറ്റുവേഷനിലോട്ട് പോവാം. പക്ഷെ ഇറ്റ് ഈസ് ബിക്കോസ് എന്താ വേറെ കുറെ സർക്കംസ്റ്റാൻസസ് അവിടെ പാരലലി എന്താ പോസിറ്റീവ് ആയതുകൊണ്ടാണ്. അതേപോലെ നമ്മുടെ ലൈഫിന്റെ ഫ്ലോ നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കൊരു പാഷൻ ഉണ്ടാവും, ഓൾറെഡി നമ്മൾ സംസാരിച്ചു. അപ്പോൾ ആ പാഷനും ഗോളിലോട്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി എത്താനുള്ളൊരു വഴി കണ്ടുപിടിക്കുക. അതാണ് കണ്ടുപിടിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്ലോ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ പറയാൻ. ജസ്റ്റ് റിയലൈസ് ലൈക്ക് ഗോ വിത്ത് യുവർ ഫ്ലോ. And which brings me to the seventh and very, very, very important happiness habit, practicing mindfulness. Already ഞാൻ മൈൻഡ്ലെസ്നെസ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ബാഡായിട്ടുള്ള ഹാപ്പിനെസ് തന്നെ അത് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹാപ്പിനെസ് ഹാബിറ്റ് മൈൻഡ്ഫുൾനെസ് തന്നെയാണ്. കാരണം ഇതിന് മുമ്പോട്ട് അല്ലെങ്കിൽ മേളിലോട്ട് പറഞ്ഞ 1, 2, 3, 4, 5, 6 അല്ലെങ്കിൽ 5 ആയിട്ടുള്ള ഹാപ്പിനെസ് ഹാബിറ്റ്സ് 5, 6 ആയിട്ടുള്ള ഹാപ്പിനെസ് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്നാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാം അതിനുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് കേൾക്കാം. ഈ ഒരു മോമെന്റിലാണോ നമ്മൾ എന്ന് ഇടക്കിടക്ക് ചിന്തിക്കുക. അത് ഇടക്കിടക്ക് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് പ്രാക്ടീസ് ആക്കാൻ പറ്റും. പക്ഷെ ഈ വളരെ ബിസി ആയിട്ടുള്ള ലൈഫിൽ നമുക്ക് എപ്പോഴും ടൈം കിട്ടണമെന്നില്ല. ലൈക്ക് ഇവിടെ ആണെന്ന് ഫോക്കസ് ചെയ്ത് ഒന്ന് ഗ്രൗണ്ട് ചെയ്യാനുള്ള ടൈം കിട്ടണമെന്നില്ല. ബട്ട് ഇഫ് നോട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള നമ്മളുടെ മൊബൈൽ ഫോൺസ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് മൈൻഡ്ഫുൾ ആക്കാൻ പറ്റും. വേറെ ഒന്നല്ല, ഇടയ്ക്കൊക്കെ ഒരു അലാറം അല്ലെങ്കിൽ ഒരു റിമൈൻഡർ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഒക്കെ പോലെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യുക. എന്താ ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു 5 minutes ഞാൻ എവിടെയുണ്ട്, ഞാൻ ഇവിടെ തന്നെയാണ്, ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഞാൻ 100% മൈൻഡ്ഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു റിമൈൻഡർ മെസ്സേജ് കിട്ടുന്നത് പോലെ റിമൈൻഡേഴ്സ് വെക്കുക, അലാറംസ് വെക്കുക. അങ്ങനെ മൈൻഡ്ഫുൾ ആവാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മൈൻഡ്ഫുൾ ആവാനായിട്ട് ശ്രമിച്ച് സക്സീഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അതല്ലാണ്ട് മൈൻഡ്ഫുൾനെസ് നമുക്ക് എന്താ വെറുതെ ഇരുന്ന് ധ്യാനിച്ചാൽ പോലും കിട്ടുന്ന അവസ്ഥയല്ല. കാരണം അത്രയും ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു ലൈഫിലാണ് ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ണൂർ ടു കാസർഗോഡ് ടു ട്രിവാൻഡ്രം ട്രാവൽ ചെയ്താൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണാൻ പറ്റുന്നത് കുറെ ഹോർഡിങ്സ് ആയിരിക്കും അല്ലെ. അതൊക്കെ ഡ്രൈവിംഗ് എന്നൊരു ആസ്പെക്റ്റില് ഡിസ്ട്രാക്ഷൻസ് ആണ്. പക്ഷെ അതിന് അതിൻ്റെതായ എന്താ വളരെ വാലിഡ് ആയിട്ടുള്ള എന്താ ഒരു റീസൺ ഉണ്ട്. കാരണം അത് മാർക്കറ്റിംഗ് ആണ്, അത് അഡ്വർടൈസ്മെന്റ് ആണ്. അത് അവർക്ക് കച്ചവടം പിടിക്കാൻ വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ അവർക്കൊരു ഉദ്ദേശം ഉണ്ടാവും. അത് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് കുറെ ഹോർഡിങ്സും ബിൽ ബോർഡ്സും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതിന് അതിൻ്റെതായ ഉദ്ദേശമുണ്ട്. പക്ഷെ നമുക്കത് ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ മൈൻഡിനെ തിരിച്ച് കൊണ്ടുതന്നെ പറ്റുള്ളൂ. ഇറ്റ്സ് ആ നീഡ് ടു ബി മൈൻഡ്ഫുൾ എന്ന രീതിക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. വിച്ച് കംസ് ടു ദി ലൈക്ക് എൻഡ് ഓഫ് എന്താ 7 happiness sins and 7 happiness habits. പക്ഷെ ഒരു എൻഡ് നോട്ട് എന്ന രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്കറിയാം. ഇപ്പൊ 7 happiness sins നമുക്കറിയാം, 7 happiness habits നമുക്കറിയാം. പക്ഷെ in the end of the day, അല്ലെങ്കിൽ at the end of the session, towards the end of the session, നമുക്കിതൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മളിത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്
കണ്ടെത്തി ഇതാണ് ഞാൻ മാറ്റാൻ പോകുന്ന ഹാപ്പിനെസ് എന്ന് കണ്ടെത്തി അത് ഒരു ഹാപ്പിനെസ് ഹാബിറ്റിലോട്ട് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ഈ സെഷനിൽ ഇത്ര നേരം പറഞ്ഞ ഇൻഫർമേഷനും ഒന്നും വാലിഡ് അല്ല. റൈറ്റ്? നമ്മൾ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ നമ്മൾ ഇത് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹാപ്പിനെസ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ തന്നെ വിചാരിച്ച് ഏതെങ്കിലും ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മളിപ്പം ഗോയിങ് ത്രൂ ചെയ്യുന്ന ഒരു ഹാപ്പിനെസ്സിനെ എടുക്കുക. അതിന്റെ ഏതൊരു തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൽ നിന്ന് ഇറങ്ങുക, ഹാപ്പിനെസ് ഹാബിറ്റിലോട്ട് കടക്കുക. അപ്പോ ഇതൊക്കെ നമ്മൾ തന്നെ വിചാരിക്കണം at the end of the day. അപ്പോ അത് പറഞ്ഞുകൊണ്ട് വൺസ് അഗൈൻ ഈ 7 ഹാപ്പിനെസ് സിൻസിലൂടെയും 7 ഹാപ്പിനെസ് ഹാബിറ്റ്സിലൂടെയും എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും ഒന്നും കൂടി എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് എസ്പെഷ്യലി ചെയർമാൻ, എനിക്ക് ആദ്യം തന്നെ ഐശ്വര്യ റായി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അടങ്ങാത്തൊരു സന്തോഷം വന്നു. സോ since it is because since it is about happiness, thank you so much for ഈ ഒരു സെഷനിലോട്ട് വിളിച്ചതിന് ഇങ്ങനെ ഒരു അവസരം തന്നതിനും ചെയർമാൻ ആൻഡ് എവ്രിവൺ ഹിയർ 7am കോഫി ടോക്കിന്റെ ഭാരവാഹികൾ എല്ലാവരോടും ഒരു താങ്ക് യു അലോഹ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ just know what aloha is and live by it. കാരണം ആ ഒരു വേ ഓഫ് ലൈഫ് ഞാൻ ബാക്ക് ഇൻ 2020s ആണ് ഇത് പഠിക്കുന്നതെങ്കിൽ പോലും ഇപ്പോഴും കുറെ ഹാപ്പിനെസ് സിൻസ് എനിക്കുണ്ട്. അതിന്ന് ഞാനിങ്ങനെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യും, പിന്നെയും കയറും, സ്റ്റെപ്പ് ഔട്ട് ചെയ്യും, ആ ഇതിലാണ്. പക്ഷെ ഐ ഓൾവേസ് ട്രൈ. അതേപോലെ തന്നെ യു ക്യാൻ ഓൾവേസ് ട്രൈ ആൻഡ് ബി എ സക്സസ്. അപ്പോ with that, thank you everyone and for choosing and prioritizing your happiness and getting in this session in the first place. Yeah. Thank you so much. എനിക്ക് കുറെ കോമന്റ്സ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, അടിപൊളി. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഐശ്വര്യ. ഒരു കോയിൻസിഡൻസ് ആണ് 7am കോഫി ടോക്ക്, 7 ഹാപ്പിനെസ് സിൻസ്, 7 ഹാപ്പിനെസ് ഹാബിറ്റ്സ്. ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് അല്ല? എന്താ നോക്കിയാ. പിന്നെ എനിക്കൊരു സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഇന്നലെ സംസാരിക്കുമ്പോഴും ഐശ്വര്യയുടെ ശബ്ദമൊക്കെ വളരെ പ്രശ്നത്തിലായിരുന്നു. എന്നിട്ട് പോലും നമ്മളുടെ സെഷനിലേക്ക് വന്നതിൽ വളരെയധികം ഞങ്ങളുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. വളരെ സന്തോഷം. പിന്നെ നമ്മളെ നശിപ്പിക്കുന്ന ഹാപ്പിനെസ് സിൻസ് ഒരു 7 കുറിച്ച്, ഡെഡ്ലി ഹാപ്പിനെസ് സിൻസ് പറഞ്ഞു തന്നു. അതോടൊപ്പം തന്നെ ഹാപ്പിനെസ് ഹാബിറ്റ്സ് 7 വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആണ്. നമുക്കൊക്കെ ഫോളോ ചെയ്യാൻ ഡെയിലി നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സെഷൻ തന്നെയാണ്. താങ്ക് യു ഐശ്വര്യ. നൗ വി ആർ ഗോയിങ് ടു ഫീഡ്ബാക്ക്. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഞാൻ കബീർ ദാസ്, തിരുവനന്തപുരത്ത് നിന്നാണ്. നന്നായിരുന്നു സബ്ജക്ട് വൈസ് കാര്യം, ട്രെയിനിങ് എല്ലാം നന്നായിരുന്നു. ഐശ്വര്യ നല്ല എന്തൂസിയാസ്റ്റിക് ആണെന്നുള്ളത് ഐശ്വര്യയെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ മനസ്സിലായി. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ JC എന്ന് പറഞ്ഞ സംഘടനയിൽ ജോയിൻ ചെയ്യുന്നവര് ആദ്യത്തെ ഒരു വർഷമൊക്കെ അവരിങ്ങനെ കറങ്ങിത്തിരിഞ്ഞൊക്കെ നടക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഈ സംഘടനയോട് എനിക്ക് ഇതിൽ നിന്നെങ്കിലും കിട്ടണമെന്ന് താല്പര്യമുള്ളവരാണ്. ആ ഫസ്റ്റ് ഇയറിൽ തന്നെ ആക്റ്റീവായി നിൽക്കുകയും ആദ്യത്തെ വർഷം തന്നെ ആ ചാപ്റ്റർ ടേക്ക് ഓവർ ചെയ്തു. പിന്നെ അതിൻ്റെ പടിപടിയായി മുകളിലോട്ട് പോയി. നമുക്കൊക്കെ ഭാവിയിൽ ഒരു നാഷണൽ പ്രസിഡന്റ്, വേൾഡ് പ്രസിഡന്റ് ഒക്കെ ആകാൻ കഴിവുള്ള കുട്ടിയാണ്. നല്ല മിടുക്കിയാണ്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഫാദറിന്റെ പേര് പ്രശാന്ത് ആണോ? പ്രശാന്ത് ബോസ് എന്നാണോ ഫാദറിന്റെ പേര്? അല്ല, ഫാദറിന്റെ പേര് വിത്തൽ ബോസ് എന്നാണ്. ഒരു എറണാകുളത്ത് ഒരു ബിസിനസ് പ്രശാന്ത് ബോസ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ എന്തോ കണക്ട് ചെയ്ത് ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയോണ്ട് ചോദിച്ചാണ്. ഓക്കെ, എന്തായാലും ട്രെയിനിങ് വളരെ നന്നായിരുന്നു. മാത്രമല്ല ഈ മിടുക്ക് മുകളിലോട്ട് പോകുന്ന കാര്യത്തിൽ കാണിക്കണം. നമ്മൾ സമയമില്ലെന്ന് പറഞ്ഞൊന്ന് ഒഴിഞ്ഞു നിൽക്കരുത്. സോൺ വയസ്സാണ്, അടുത്ത വർഷം സോൺ പ്രസിഡന്റായിട്ട് നിൽക്കുക, മുകളിലേക്ക് പോകാൻ നോക്കുക. നിങ്ങളെ പോലെ യങ്സ്റ്റേഴ്സ് ആണ് വരാനുള്ളത്. അതുപോലെ ഇതുപോലെ എന്തൂസിയാസ്റ്റിക് ഉള്ള വെരി ഗുഡ്.